കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്ന് നിൽക്കുന്നത് കുന്നംകുളം അങ്ങാടിയിലാണ്. കുന്നംകുളം ആർത്താറ്റ് പള്ളിയുടെ മുമ്പിൽ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോ ഇവിടെ ആരംഭിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അന്നിച്ചാത്തമെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നവംബർ മാസം 14, 15 തീയതികളിലാണ് ഈ അന്നിച്ചാത്തം കൊണ്ടാടുന്നത്. ആർത്താറ്റ് പള്ളിപ്പാട്ടിൽ ഇപ്രകാരം പറയുന്നു: ദുഷ്ടരിൽ ദുർഘട മുഖ്യാശൻ മുഹമ്മദ് വേദ ശ്രേഷ്ഠനാം നൃപൻ ദുഷ്ടൻ പട്ടാണി വന്നു പന്തം കത്തിച്ചു ചുട്ടു പള്ളിയും. ടിപ്പു സുൽത്താൻ്റെ കുന്നംകുളം ആക്രമണത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഏതാണ്ട് 1789 ടിപ്പു സുൽത്താനും സൈന്യവും ആർത്താറ്റ് പള്ളിയുടെ സമീപത്ത് എത്തുകയും ടിപ്പു സുൽത്താൻ്റെ പടനായകർ ഓലമേഞ്ഞ പള്ളിയും വടക്കേ പഴുപ്പുര മാളികയും വടക്കോട്ടുള്ള അങ്ങാടിയും ചാട്ടുകുളങ്ങര അങ്ങാടിയും എല്ലാം തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് വാമൊഴിയായ ചരിത്രം. അങ്ങനെ കുന്നംകുളത്ത് എത്തിയ ടിപ്പു സുൽത്താനും സൈന്യവും ആർത്താറ്റ് പള്ളിക്കും അങ്ങാടിക്കും തീയിട്ടു. ഓലമേഞ്ഞ പള്ളി കത്തി നശിച്ചു. ആർത്താറ്റ് പള്ളിയുടെ മുറ്റത്ത് 19 യുവാക്കളെ തേക്കിൻ തടിയിൽ കെട്ടിത്തൂക്കിയും ആ പള്ളിയിലെ വൃദ്ധ പുരോഹിതനെ വിശുദ്ധ മദ്ബഹായിലിട്ട് തലയറുത്ത് കൊന്നുകളയുകയും ചെയ്തു. ചില പുരോഹിതർ ഉൾപ്പെടെയുള്ളവർ ചേലാകർമ്മം ചെയ്ത് മതം മാറി മരണത്തിൽ നിന്ന് രക്ഷ നേടിയെന്നും ആർത്താറ്റ് ചരിത്രം പറയുന്നു. അന്ത്യകർമ്മങ്ങൾ സ്വീകരിക്കാതെ മറവ് ചെയ്യപ്പെട്ട തങ്ങളുടെ പൂർവികരായ പുരോഹിതരുടെയും യുവാക്കളുടെയും മറ്റ് ജനങ്ങളുടെയും എല്ലാം ഓർമ്മയ്ക്ക് കുന്നംകുളം ദേശക്കാർ എല്ലാ വർഷവും നവംബർ 14, 15 തീയതികളിൽ അന്നിച്ചാത്തം ആഘോഷിക്കുന്നു. 5 ഏക്കറോളം വിസ്തൃതമായ സെമിത്തേരിയാണ് ആർത്താറ്റ് പള്ളിക്ക് ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സെമിത്തേരി എന്നാണ് ഇതിനെ ഗണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അസ്ഥിക്കിണർ എന്നാണ് ഇതിനെ പറയുന്നത്. പണ്ട് ഇവിടെ സെമിത്തേരിയിൽ അടക്കുന്ന ആളുകളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ദീർഘകാലങ്ങൾക്ക് ശേഷം ഈ കിണറ്റിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുമായിരുന്നുവെന്നാണ് പറയുന്നത്. ഇന്നേ ദിവസം ഇവിടെ പ്രത്യേക ധൂപാർപ്പണവും പ്രാർത്ഥനയും ഈ അസ്ഥിക്കിണറിലും ഈ സെമിത്തേരിയിലും എല്ലാം ഉണ്ട്. തങ്ങളുടെ ഉറ്റവരുടെ കല്ലറകൾ വന്ന് കഴുകി വൃത്തിയാക്കി അതിനെ ദീപാലങ്കൃതമാക്കുന്ന ആളുകളെ കാണുവാനായിട്ട് നമുക്കിവിടെ കഴിയുന്നുണ്ട്. പണ്ട് കാലത്ത് ഭൗതിക ശരീരങ്ങൾ ഭവനങ്ങളിൽ നിന്ന് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന മഞ്ചലുകൾ കാലപ്പഴക്കത്താൽ അതിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് എങ്കിലും പല രീതിയിലുള്ള മഞ്ചലുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ കാണുന്നതാണ് സെമിത്തേരിയുടെ ചുറ്റുമതിൽ. നല്ല ചെങ്കല്ലുകൊണ്ട് കെട്ടി ആനപ്പള്ള എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ സമയം സന്ധ്യയോടടുത്തു. ദീപാലങ്കൃതമായി നിൽക്കുന്ന ആർത്താറ്റ് ദേവാലയം. പ്രാർത്ഥനകൾക്ക് ശേഷം ജനം ഒന്നാകെ കല്ലറയിലേക്ക്. അവിടെ സുദീർഘമാകുന്ന പ്രാർത്ഥനകളും ധൂപാർപ്പണവും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ശ്ലോമോ ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനോട് എതിരിട്ട് നിന്ന ഒരു ജനതയുടെ പിൻതലമുറക്കാർ അവരുടെ പൂർവികരുടെ ആ വലിയ ഓർമ്മയ്ക്ക് മുമ്പിൽ അർച്ചന അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായി കുന്നംകുളം, പഴഞ്ഞി, തൊഴിയൂർ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ ക്രൈസ്തവ സമൂഹം വിശുദ്ധിയോടെ ഇപ്പോഴും ഈ ചാത്തം കൊണ്ടാടുന്നു. കല്ലറകൾ പൂക്കുന്ന ദിവസമാണിന്ന്. കഴുകി ദീപാലങ്കൃതമാക്കി കുന്തിരിക്ക ധൂപത്താൽ ശുദ്ധി ചെയ്ത് വെള്ളം തളിച്ച് വാഴ്ത്തുന്ന പ്രക്രിയ. ഇത്ര വലിയ ഒരു ചരിത്ര സത്യത്തിൻ്റെ കിട്ടുപോകാത്ത തിരുനാളമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ച നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ നല്ല അനുവാചകർക്കും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.